ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കാണിച്ചിരുന്നത് 6-7 വയസ്സായ കുട്ടിക്കുള്ള ഒരു പെൺകുട്ടിക്കുള്ള പട്ടുപാവാടയുടെ മെഷർമെൻറ്റും അതിൻ്റെ കട്ടിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ടോപ്പിനാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത്തും മെഷർമെൻറ്റും എല്ലാം ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മെഷർമെൻറ്റിലുള്ളവർക്കൊക്കെ ഇതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ലെങ്ത്ത് എടുക്കുന്നത് 16.5 ഇഞ്ചാണ്, പ്ലസ് 2 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 29 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ അതിൽ പട്ടയം കൂടെ വരുമ്പോൾ ലെങ്ത്ത് കൂടും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ 27 ഇഞ്ചിൽ മാർക്കിങ് കൊടുക്കുക, 2 ഇഞ്ച് മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 23 ഇഞ്ചാണ്. അപ്പോൾ 23ൻ്റെ ഡബിൾ എടുക്കണം നമ്മളപ്പോൾ ടോട്ടൽ 46 ഇഞ്ചാണ് വരിക. അപ്പോൾ അത്രയും നമുക്ക് തുണിയിൽ വീതി കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഒരു പീസും കൂടെ ജോയിൻ്റ് ചെയ്തിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ചില തുണികൾ വീതി ഉണ്ടാവും, പിന്നെ പട്ടുപാവാടയുടെ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന തുണികൾ വീതി കുറവാണ് ഉണ്ടാവുക. അപ്പോൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സാരിയൊക്കെ ആണെന്നുവെച്ചെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എത്രയും വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കി ഒഴിവാക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ 27 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് ഞാൻ പട്ടയും കൂടെ ജോയിൻ്റ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 29 ഇഞ്ചിൽ വരും കേട്ടോ. അപ്പോൾ അതേപോലെ 2 പീസിനും, അതായത് ഫ്രണ്ടിൽക്കും ബാക്കിലേക്കും ഞാൻ ബാക്കി വന്ന ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞെറിവിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നതെന്നുള്ള വിശ്വാസമുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.